ഹലോ, വെൽക്കം ടു അപർണാസ് ക്യാൻവാസ്. ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് സൈക്ലിംഗ് ചലഞ്ചിൻ്റെ. അപ്പോൾ ഇന്നലത്തെ ദിവസം അടിപൊളിയായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പ്രീവിയസ് വീഡിയോ കണ്ടിട്ട് പോയോ. ഞാൻ നല്ലൊരു ദിവസമായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ നാളിന് ശേഷം സൈക്ലിംഗ് ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അത്രയും ദൂരം ആദ്യത്തെ ദിവസം ഞാൻ 30 minutes ആണ് വാമപ്പിന് എടുത്തെങ്കിലും രണ്ടാമത്തെ ദിവസം എനിക്ക് ഏകദേശം ഒരു 2.5 hours ഞാൻ എടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. പക്ഷെ അത് ടൈം പോയത് ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ്. സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പം ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ചെന്നിട്ടായിരിക്കും ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാന്ന് തോന്നുന്നു. നോക്കാം. ഇവിടെ സൈഡിൽ കൂടെ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അവിടെ എത്തുന്നതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ. പുതിയ ഒരു സ്ഥലം കാണാം എന്നൊക്കെയുള്ള ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ട് നമുക്ക്. റൈറ്റ് സൈഡിൽ കുറച്ച് പൂക്കളായിട്ട് നിറഞ്ഞിരിക്കുന്ന ട്രീസ് ഒക്കെ കാണുന്നത് കാണിച്ചു തരാം. കേട്ടോ, അടിപൊളിയായിട്ട് നിൽക്കുന്നത്. അടിപൊളി. നമ്മൾ സാധാരണ കാറിലൊക്കെ പോകുമ്പോൾ ഇത് ഇത്രയും അങ്ങോട്ട് ശ്രദ്ധിക്കില്ല. പെട്ടെന്ന് നമ്മൾ പോകുന്ന കാരണം അടിപൊളിയായിട്ടുണ്ടല്ലേ. കാണുന്നത് ഈ ഒരു ചർച്ചാണ്. ചർച്ചിനകത്തൂടെ കയറിയാണ് പോകേണ്ടതെന്നാണ് പറയുന്നത്. നോക്കാം. നൈസ്. സെമിത്തേരി ഒക്കെയാണോ ദൈവമേ? അടിപൊളി സെമിത്തേരിയാണ്. നൈസ്. ഇവിടത്തേക്ക് സെമിത്തേരി ഉണ്ടോ? നമ്മൾ വന്ന വഴി ഇതാണ്. നൈസ്. ഇവിടുത്തെ പള്ളികളൊക്കെ കാണാൻ എല്ലാവരും ഭയങ്കര ഭംഗിയാണ്. ആ ഒരു റിച്ച്നെസ് ഉണ്ടാവും കാണുമ്പോഴത്തേക്കും. ആ ഒരു വിൻഡോസൊക്കെ കണ്ടോ. നമ്മൾ ഈ വഴിയാണ് ഇറങ്ങുന്നത്. യെസ്, ചർച്ചിൽ കൂടെയാണ് നമ്മൾ സൈക്കിൾ പാത്ത് വരുന്നത്. ഓക്കേ. Turn left, then turn left. Yes, അത് കണ്ടോ. നൈസ്. മതിലും വീട്. ഇനി ഒരു 6 minutes കൂടിയാണ് നമുക്ക് കാണിക്കുന്നത്. മൊത്തം എനിക്ക് തോന്നുന്നൊരു 20 minutes ആയിരുന്നു തോന്നുന്നു ഈ ഒരു സൈക്ലിംഗ്. ഇതാണ് കാസിൽ. പക്ഷെ നമ്മളിനിയും കറങ്ങിയാണ് എത്തേണ്ടത് അകത്തേക്ക്. ഈ ലെഫ്റ്റിൽ കാണുന്ന ആ ഒരു ഗ്രൗണ്ടും കഴിഞ്ഞിട്ടാണ് നമുക്ക് അകത്തേക്ക് കയറേണ്ടത്. റോഡിൻ്റെ സൈഡിൽ കാണാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് നമ്മൾ കയറാൻ പോവാണ്. അവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. കയറാൻ പറ്റുമോ? എവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പട്ടിക്കുട്ടികളെയാണ്. ഇവിടെ എനിക്ക് സൈക്കിൾ ചെയ്യാൻ കുറച്ച് പാടായിട്ട് തോന്നി. ഇവിടെയൊക്കെ മൗണ്ടൻ ബൈക്ക് തന്നെ വേണം. നമ്മൾ കുറച്ചും കൂടെ ബെൻഡ് ചെയ്തിട്ട് വേണം ഇരിക്കാനായിട്ട്. അതുപോലെ സീറ്റ് നല്ല ഹൈ ആയിട്ട് വെക്കുകയും വേണം. പിന്നെ വഴിയെ നമുക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ഞാൻ പഠിച്ചു വരികയാണ്. ഇന്ന് ആളുണ്ട് ഓടിങ്ങി വന്നു. അതിൽ കൂടെ കടന്നിട്ടാണ് നമ്മൾ കാസിലേക്ക് കയറുന്നത്. ഇതിൻ്റെയൊക്കെ ഉള്ളിലാണ്, ഈ ഒരു വുഡ്സിൻ്റെയൊക്കെ ഉള്ളിലായിട്ട് സെൻറ്ററിലായിട്ടാണ് കാസിൽ വരുന്നത്. അങ്ങനെ ഒരു പിക്ചറാണ് ഞാൻ കണ്ടത്. നല്ല കാറ്റാണ്. കുറച്ച് ആൻഡുലേഷൻസ് ഒക്കെ ഉണ്ട് റോഡിൽ. അത് കാരണം നമുക്ക് അങ്ങനെ സൈക്കിൾ ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മളൊരു സൈക്ലിംഗ് പാത്തിലേക്ക് കയറാൻ പോകാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ. യെസ്. ഇനി കൊള്ളാം. ഇതിൽ കൂടെ മേലോട്ട് കയറാം. ബട്ട് ഞാൻ ഈ ഒരു പാത്ത് പ്രിഫർ ചെയ്യുന്നില്ല. ബിക്കോസ് എന്താ പറയുക, ഷൂസ് കാര്യങ്ങളില്ല. ഒരു ഹൈക്കിംഗ് ഷൂസ് ഒന്നുമില്ല. സോ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണിപ്പോൾ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹീറ്റായി തുടങ്ങി. ഞാൻ ഇന്നും ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. ബിക്കോസ് വിൻ്റർ അങ്ങനെ മൊത്തത്തിൽ മാറിയിട്ടില്ല. ഹീറ്റ് ആവുന്നുണ്ട് നല്ലപോലെ. ജാക്കറ്റ് ഇരുന്നോട്ടെ. നൈസ്. ഇത് വേറൊരു വുഡ്സിൻ്റെ ഒരു രസമുണ്ട്. ഇതുണ്ടോ ചുള്ളികളൊക്കെ. മൗണ്ടൻ ബൈക്കാണ് ശരിക്കും ഇതിന് നല്ലത്. ബട്ട് അതിനൊടുക്കത്തെ റേറ്റ് ആയിട്ട് തൽക്കാലം നമ്മൾ അതിലോട്ട് പോയില്ല. നൈസ്.
ഇത് വേറൊരു തരം ബുട്സാണ്. എല്ലാം ഡിഫറെൻ്റ് ആണല്ലേ. ഒരു നേച്ചറിൻ്റെ ഓരോരോ പരിപാടികളാണ്. ഒരു മരം വെട്ടി നിർത്തിയേക്കുന്നത് ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള മരം. ഇങ്ങനെ ചെന്ന് നമ്മൾ വളഞ്ഞ് കയറണം. സോ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ നടക്കാനൊക്കെ ആയിട്ടും. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ ഇപ്പോൾ ആരും കാണുന്നില്ലെങ്കിലും ഞാൻ വന്ന വഴിക്കൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. സോ നമുക്ക് അങ്ങനെ പേടിക്കൊന്നും വേണ്ട, ആളില്ല എന്നൊക്കെ നോക്കണില്ല അവരൊക്കെ. അപ്പോൾ നമുക്ക് വരാം, നല്ല ഈസി ആയിട്ടുള്ള സ്ഥലമാണ്. ഇത്രയും ഉണക്ക ഇലകൾക്കിടയിൽ ഞാൻ വന്നപ്പോൾ താഴെ പൊഴിഞ്ഞ് വീണ സംഭവമാണിത്. ഇത് നമുക്ക് എടുക്കാമല്ലേ? താങ്ക് യു. ഏതോ പക്ഷികളോ അണ്ണാനോ എന്തെങ്കിലും. ഒരു അണ്ണാൻ കുട്ടിയാണ് മേലെ. പുള്ളി എനിക്ക് തന്നിട്ട് പോയതാണ്. താങ്ക് യു. യെസ്, ഇരിക്കട്ടെ. ഷോപ്പ് റൈറ്റ്. ഓ മൈ ഗാഡ്, എങ്ങനെ ഒരു പ്ലേസാണ്. In 300 yards, turn right. എന്താലേ, ഒരു കൊക്ക പോലെയുണ്ട്. നൈസ്. നോക്കാം. പാത്ത് മാറി ഗൈസ്, പാത്ത് മാറി. നമ്മൾ പ്രതീക്ഷിച്ച സംഗതിയല്ല, വീണ്ടും വീണ്ടും അഡ്വഞ്ചറസ്. അടിപൊളി. വാട്ട് എ പ്ലേസ്. ഏതോ വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ പോലെ എനിക്ക് തോന്നുന്നത്. ബട്ട് നമ്മുടെ അടുത്ത് തന്നെ അവിടെ ഒരു അരുവിയൊക്കെ ഉണ്ട് കേട്ടോ. അരുവിയാണോ റിവറാണോ അറിയില്ല. റിവറല്ല, എന്തായാലും വീതിയില്ല. ഓക്കെ, നൈസ്. ഇങ്ങനെ നമ്മൾ കയറുകയാണ്. നമ്മൾ ബൈക്ക് കൂട്ടനെ നമ്മൾ കുറച്ച് പാടുപെടുത്തുവാണ്. യെസ് യെസ് യെസ്. നൈസ്. അടിപൊളി അടിപൊളി വൈബ്. നോക്കൂ, റൈറ്റ് സൈഡ് ഇങ്ങനെയും അവിടെ റോക്കൊക്കെ ഉണ്ടോ, എനിക്ക് അവിടെ പോകണമെന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ താഴ്ചയാണ്. എന്താ ഒരു സൈക്കിൾ പാത്ത്, അടിപൊളി. ഈ റോക്കൊക്കെ എങ്ങനെയാണ് ഇവിടെ വന്നേ അല്ലേ? മലയായതുകൊണ്ട് വരും. ശരിക്കും ഒരു ഫോറസ്റ്റ് ഫീലിംഗ്. ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ മരങ്ങളൊക്കെ ഒടിഞ്ഞിട്ട് അങ്ങോട്ട് വീണേക്കുവാണ്. ബട്ട് അവർ തളർന്നില്ല, അവിടെ നിന്ന് കളിച്ച് വന്നിരിക്കുകയാണ്. ഉണ്ടോ? ഭീകര ദൃശ്യങ്ങളൊക്കെയാണിത് എന്നെ സംബന്ധിച്ചിടത്തോളം. കണ്ടോ? അങ്ങോട്ടൊക്കെ താഴേക്ക് ഇറങ്ങാനുള്ള വഴിയൊക്കെ ഉണ്ട്. ഒരു ഹൈക്കിംഗ് മോഡന് സെറ്റപ്പാണ്. സോ കാണുക, തിരിച്ചു പോരുക, അത്രേ പറ്റുള്ളൂ. സോറി. തളർന്ന് ക്ഷീണിക്കുമ്പോൾ ഇവിടെ ഇരിക്കാം. ബട്ട് നമ്മൾ നടന്നല്ലല്ലോ വന്നത്. സോ നമുക്കിനിയും പോകാനുണ്ട്. ഈ ഒരു കാസലിലേക്ക് ഇങ്ങനെ ഒരു വഴി വെച്ചിരിക്കുന്നത് സൈക്കിൾ പാത്ത് ആയതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നേരെ കയറായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓ, ഇവിടെ നിന്ന് ഇറങ്ങുന്നതായിരിക്കും കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യം. ബിക്കോസ് നടക്കുക മാത്രമല്ലല്ലോ, സൈക്കിളും കൊണ്ടുപോകണ്ടേ. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വളരെ ചാൻസ് കുറവാണ്. ഓ മൈ ഗാഡ്,
എന്താ ഒരു റോഡത്, അയ്യാ അയ്യയ്യാ അടിപൊളി. ഇതൊക്കെയാണ് അഡ്വഞ്ചർ എന്നെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കേവ് കണ്ടു. ഇരിക്കാം നമുക്ക് കുറച്ച് നേരമൊക്കെ. വീണ്ടും നമ്മൾ കണ്ടിന്യൂയിങ്. മൈ ഗോഡ്, ഇവിടെ നമുക്കൊരു ഹെവി വ്യൂ പോയിന്റ് ആണ്. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നോക്കിക്കേ, ഏതൊക്കെയോ ഭാഗങ്ങളാണ് എനിക്കറിയില്ല. അപ്പോൾ അത് കണ്ടോ മല, ആ ഒരു മല കാണാൻ രസമുണ്ട്. ഇവിടെ സീറ്റിംഗ് ഉണ്ട്. നമുക്ക് ഇവിടെ 2 മിനിറ്റ് ഇരിക്കണം. ബിക്കോസ് റിച്ച് മാർഷൽ 1980s പണിഞ്ഞിട്ടേക്കുന്നതാണ് കേട്ടോ ഇത്. ഓ അടിപൊളിയല്ലേ. 1980s നമ്മൾ എത്തിയിരിക്കുകയാണ്. സോ ഇനി നമുക്ക് സമയമില്ല, നമ്മൾ കയറാൻ പോവാണ്. ഞാൻ പിന്നെ കുറച്ച് നേരം ഇരിക്കാമല്ലേ. യെസ്, നമ്മളിങ്ങനെ ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടുന്നെന്ന് പറയുന്ന പോലെ ഉയരം കൂടുന്നതോടും വൈബ് വേറെ ലെവലാണെന്ന് തോന്നുന്നു. അവിടെ നിങ്ങൾ കയറി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഓ ദിസ് ഈസ് എന്താ പറയുക, കുറച്ച് ടാസ്ക് ആയിരിക്കും. ബട്ട് പെട്ടെന്ന് ഇങ്ങെത്തി. ഒരു 2-3 മിനിറ്റ്സിൽ ഇങ്ങെത്തി. അപ്പം ഈ ഒരു വ്യൂ പൊളി. ഞാൻ ഡെയിലി ഒരു പിക്ചർ എടുത്ത് വെക്കുന്നുണ്ട് നമ്മുടെ ഒരു മെമ്മറിക്ക്. ഇങ്ങനൊരു ചലഞ്ച് എന്നെ കൊണ്ട് പറ്റി എന്ന് എനിക്ക് തന്നെ ഒരു വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. സോ ഞാനൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഈ ഒരു വ്യൂ പോയിന്റ്. ഞാനേതോ മൂന്നാറോ വയനാടോ ഒക്കെ വന്നിട്ട് ഒരു വ്യൂ പോയിന്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ പോവാണ് ഗൈസ്. എനിക്ക് വയ്യ. ഐ ഫീൽ സോ ഹാപ്പി. എനിക്കറിയില്ല എന്താ പറയണ്ടതെന്ന്. കുറച്ച് ഓവർ ആൻഡ് എക്സൈറ്റഡ് ആണ് ഞാനിപ്പോൾ. ക്ഷമിക്കുക. അടിപൊളി. അങ്ങനെ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ ഒരു വൈബ് കണ്ടോ, അടിപൊളി. അങ്ങനെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലൊരു അപ്പാപ്പനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. In 300 yards, your destination will be on the left. 300 yards കഴിയുമ്പോൾ ലെഫ്റ്റിലുണ്ടെന്ന് അതെനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. ദൈവമേ, ലെഫ്റ്റിൽ ഇപ്പോൾ കാടല്ലേ. എനിവേസ്, നമ്മൾ പോവുകയാണ്. അവിടെ നിന്ന് ഇരുന്നിട്ട് നമ്മൾ എഴുന്നേറ്റപ്പോൾ ഇല്ലേ, ഭയങ്കര റിഫ്രഷ്ഡായി. ഈ ഒരു തണുപ്പിൻ്റെ ആണ് ആ ഒരു ഫീലിംഗ് എന്ന് എനിക്ക് മനസ്സിലാവുന്നു. നാട്ടിലൊക്കെ നമ്മൾ ഇത്രയൊക്കെ കയറി കഴിഞ്ഞാൽ ശരിക്കും ഒക്കെ ടയേർഡ് ആവത്തേ ഉള്ളൂ നമ്മൾ. പക്ഷെ ഇവിടെ ഇപ്പം എനിക്ക് തോന്നിയത് Turn left. പെട്ടെന്ന് നമ്മളൊന്ന് റിഫ്രഷ്ഡ്. Head southwest. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് യാർഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പരിചിതമാണ്. Make a U-turn, then turn left. ഫുള്ളായിട്ടെല്ലാം യാർഡിലാണ് പറയുന്നത്, മൈൽസിലാണ് പറയുന്നത്. കിലോമീറ്റേഴ്സ് ആൻഡ് മീറ്റേഴ്സ് ഒന്നുമില്ല, എല്ലാം യാർഡ്സ് ആൻഡ് മൈൽസ്. അങ്ങനെ നമ്മൾ ഇനി ലെഫ്റ്റിലോട്ടാണെന്നാണ് പറയുന്നത്. അവിടുന്ന് എന്തൊക്കെയോ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. അമ്മേ, കയറാൻ പറ്റുമോ? അടുത്ത വ്യൂ പോയിൻ്റാണ് ഗായ്സ്. അവിടെ എന്തായിരിക്കും വ്യൂ നോക്കാം. ഇവിടുന്ന് റൈറ്റും കയറാം. ഓ നമ്മൾ എത്തിക്കഴിഞ്ഞു. അടിപൊളി. കുറച്ചും കൂടെ അടുത്തിട്ട് ഒരു പട്ടി അവിടെ ഇവിടെ കുറയ്ക്കുന്നതിൻ്റെ സൗണ്ട് എക്കോ അടിച്ച് കേൾക്കുകയാണ്. അടിപൊളി. അവിടെ കണ്ടോ, തടാകമാണോ അതോ അവിടെ വരെ ഉള്ളൂ. ഐ തിങ്ക് അതൊരു ലേക്കാണെന്ന്. ഓ, അങ്ങറ്റത്ത് ഒരു റോക്കിൻ്റെ ഇതുണ്ട്. ഓ, ആ കുറയ്ക്കുന്ന കേട്ടോ, നൈസ്. നമ്മളിവിടുന്ന് റൈറ്റ്, ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഇവിടുന്ന് റൈറ്റ് എത്തേ. ഇതാണ് കാസിൽ. ഇവിടെ സ്റ്റെപ്സ് ഉണ്ട്, സൈഡിൽ കൂടെ ഞാൻ സൈക്കിൾ കയറ്റി. ഓ യെസ്,
ഓ ക്യാസിൽ അടിപൊളി. ഇത്രയും ഇതിൻ്റെ മുകളിൽ സെൻറ്ററിലായിട്ട് അതാണ് നമ്മൾ പിക്ചേഴ്സിൽ മേലെ നിന്നുള്ള വ്യൂ ആണ്, ബേർഡ്സ് ഐ വ്യൂ ആണ് കണ്ടത്. ചുറ്റിനും ഇങ്ങനെ ബ്ലേസ് കാസിൽ എന്നാണ് പേര്. അവിടെ ചെന്നിട്ട് നമുക്ക് വായിച്ചു നോക്കാം എന്താ അവിടെ ഇരിക്കുന്നത്, എന്താ പരിപാടികൾ. ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ശരിക്കും ഒരു ഹൈക്കിങ്ങിന് പറ്റിയ സ്ഥലമാണ്. ഐ ലവ്ഡ് ഇറ്റ്. എഴുതിയേക്കുന്ന കണ്ടാ നമ്മൾ 1766 എത്തി നിൽക്കുകയാണ്. 1766 പണിത സംഭവമാണ് ഈ ഒരു ബ്ലേസ് കാസിൽ. റീസ്റ്റോർഡ് ഇൻ 1982. അതുപോലെ ഗ്രേഡ് 2 ലിസ്റ്റഡ് മോണമെൻ്റ് ആണ്. ഗ്രേഡ് 2 അടിപൊളി. Blaze Castle opening. Volunteers from the Friends of Blaze will endeavor to open the castle to the public from April to September on the third Sunday of every month. Wow. This will, however, depend on availability of volunteers and your support would be welcome. Opening hours will be 2 to 4:30 p.m. Actual dates will be posted in the cafe, museum and the website www.friendsofblaze.co.uk. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറി കാണാൻ പറ്റുന്ന ദിവസം എന്ന് പറയുന്നത് ഏപ്രിൽ ടു സെപ്റ്റംബറിലെ തേർഡ് സൺഡേയിൽ, എല്ലാ മാസത്തിലെയും തേർഡ് സൺഡേയിൽ നമുക്കിവിടെ വരാൻ പറ്റും. അല്ലെങ്കിൽ ബാങ്ക് ഹോളിഡേയ്സിൽ, അതുപോലെ സ്പെഷ്യൽ ഇവൻറ്റ്സിൻ്റെ ഒക്കെ ടൈമിൽ. ഇത് നമുക്ക് അറിയാൻ പറ്റുന്നതിൻ്റെ വെബ്സൈറ്റും അതുപോലെ ബ്രിസ്റ്റോൾ സിറ്റി കൗൺസിലിൻ്റെ വെബ്സൈറ്റിലാണ് നമ്മൾ നോക്കേണ്ടത്. താങ്ക് യു. Yes. അപ്പോൾ അതായിരുന്നു നമ്മുടെ ബ്ലേസ് കാസിലിൻ്റെ യാത്ര. ശരിക്കും സെക്കൻഡ് ഡേ ഓഫ് മൈ സൈക്കിൾ ചലഞ്ച്. ബൈ ഫ്രം ബ്ലേസ് കാസിൽ ബ്രിസ്റ്റോൾ. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ സെക്കൻഡ് ഡേ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടെ തേർഡ് ഡേ പ്ലേസ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ കാണാം. ബൈ. നമ്മളിതിനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് അങ്ങ് പോവാമെന്നാണ് വിചാരിക്കുന്നത്. ബാക്ക് സൈഡ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീടിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. തിരിച്ചുള്ള വീഡിയോ ഞാൻ എടുക്കാഞ്ഞതിൻ്റെ കാരണം എനിക്ക് വേഗം ഇന്ന് നമ്മളിപ്പോൾ ഒരു 2 hours മേലെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് തിരിച്ചെത്തേണ്ടതുകൊണ്ട് ഇനി ഇവിടെ വന്നിട്ട് ബാക്കി പരിപാടികളുണ്ട്. അപ്പോൾ പക്ഷെ തിരിച്ചു വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ കയറിപ്പോയ ആ ഒരു വഴിയിലല്ല, തിരിച്ച് കുറച്ച് സ്റ്റെപ്സാണുള്ളത്. സ്റ്റെപ്സിൽ കൂടെ കയറി പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോരായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാനും ആ ഒരു വഴി പെട്ടെന്ന് കയറി പോകേണ്ടവർക്ക് കയറി പോവാം. ബട്ട് നമുക്ക് ആ ഒരു വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ കണ്ട് ആ ഒരു റൂട്ട് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ കയറി പോകണം. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അടിപൊളിയായിരുന്നു. ഐ ലൈക്ട് ഇറ്റ്. അപ്പോൾ അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഡേ കാണാം. ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ പറ്റട്ടെ. അപ്പോൾ എന്തായാലും തേർഡ് ഡേ നമ്മളിപ്പോൾ ലോങ് ആയിട്ടുള്ള സൈക്ലിംഗ് ആയതുകൊണ്ടാണ് ഈ ഒരു ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ ലോങ് ആയിട്ടുള്ള സൈക്ലിംഗ് ആയതുകൊണ്ടും പിന്നെ നമ്മളെ തന്നെ കട്ടിലിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് രാവിലെ ഇറങ്ങുമ്പം നേരെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വൈബാണല്ലോ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, രാവിലെ എനിക്ക് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് ഇങ്ങനെ ഒരു ട്രയൽ ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഓണാണ്. ഓക്കെ, എന്തായിരിക്കും കാണാൻ പോകുന്നത്, നല്ല രസമായിരിക്കും, ഇന്നലത്തേനേക്കാളും രസമായിരിക്കും, വീഡിയോ ഒക്കെ നന്നായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ടാണ് എഴുന്നേൽക്കാൻ പറ്റുന്നത്. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സാധാരണ നമ്മൾ രാവിലെ എഴുത്തേക്ക് പോകും, ഇപ്പം സമയം പോവും, ഇപ്പം സമയം തീരും, വൈകിട്ട് ഡ്യൂട്ടിക്ക് പോകണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു തോട്ടിലാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതെനിക്ക് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. തേർഡ് ഡേ.